വർക്കേഴ്സ് യൂണിയൻ അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി അമ്പലപ്പാറ പോസ്റ്റ് ഓഫീസ് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് മേഖലയിൽ നടപ്പിലാക്കുന്ന ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. 2025 ജൂൺ 16 തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കുക, NMMS അഭാഗം പരിഹരിക്കുക, ഭൂവികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുക, തരിശുഭൂമി പാട്ടത്തിനേറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതി തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, റോഡിന്റെ അരികുചാൽ, കനാൽ എന്നിവ പണിയുന്നതിന് ഫണ്ട് അനുവദിക്കുക, കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപ ആക്കുക, വെട്ടിക്കുറച്ച കേന്ദ്രവിഹിതം പുനഃസ്ഥാപിക്കുക, ഓംബുഡ്സ്മാന്റെ ധിക്കാരം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. NREGS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജിത T അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി K. രാധാകൃഷ്ണൻ, CPIM ലോക്കൽ സെക്രട്ടറി CC രാജൻ, NREGS ഏരിയ കമ്മിറ്റി അംഗം രുക്മിണി എന്നിവർ സംസാരിച്ചു. ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നത് ആരാണ്? കേരളത്തിലെ നമ്മളിപ്പോൾ പണിയെടുക്കുന്ന കേരളത്തിലാണ്, അമ്പലപ്പാറ പഞ്ചായത്തിലാണ്. കേന്ദ്ര സർക്കാർ ഈ രൂപത്തിൽ നമ്മളെ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആരാ? ഏത് ഗവൺമെന്റാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിനുവേണ്ടി പഞ്ചായത്തുകളിലെല്ലാം തന്നെ കൂടുതൽ തൊഴിലവസരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികള് പഞ്ചായത്ത് മുഖാന്തരം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തുകളിലെ വിവിധ പദ്ധതികളെല്ലാം ആരംഭിച്ച് അതിലെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഒരു 100 ദിവസമെങ്കിലും തൊഴിൽ കിട്ടണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.